കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തിരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തിരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. കോട്ടയം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കുത്തനെ ഉയരുകയാണ്. മുന്നണികൾക്ക് ശക്തമായ പ്രചാരണവുമായി രംഗത്ത് സജീവമാകുമ്പോൾ വോട്ടർമാരെ ആകർഷിക്കാൻ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കടുക്കുകയാണ്. വികസനവും ക്ഷേമ പദ്ധതികളും പ്രധാന ചർച്ചാ വിഷയങ്ങളാകുമ്പോൾ UDF-ന് വേണ്ടി സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF-ന് വേണ്ടി അഡ്വക്കേറ്റ് K അനിൽകുമാറും NDA-ക്ക് വേണ്ടി P അനിൽകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഭരണ വിമർശനങ്ങളും വികസന വാഗ്ദാനങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ആരാകും വിജയി ആകുന്നതെന്നാണ് ശ്രദ്ധേയമാവുക. വിശദാംശങ്ങളുമായി വിവേകാണ് ചേരുന്നത്. വിവേക്, കോട്ടയം മണ്ഡലം പരമ്പരാഗത സ്വാധീനവും പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വളരെ ക്ലോസ് ഫൈറ്റ് നടക്കുന്ന ഒരു പ്രധാന മണ്ഡലമാണെന്ന് തന്നെ പറയാം. സമുദായ വോട്ടുകളുടെ സ്വാധീനം നിർണായകമായ ഒരു മണ്ഡലം. കൃഷിയും പ്രവാസി വരുമാനവും ആശ്രയിച്ച സമ്പദ്വ്യവസ്ഥയുള്ളൊരു ജില്ലയാണ് കോട്ടയം. സേവന മേഖലയിലൂടെ വളരുന്നുവെങ്കിലും തൊഴിലവസരങ്ങളും വ്യവസായ വികസനവും വലിയ വെല്ലുവിളിയായി ഇന്നും തുടരുന്ന ഒരു മണ്ഡലമാണെന്ന് തന്നെ പറയാം. ഇത് തന്നെയാണോ പ്രധാനമായും കോട്ടയത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ? വിദ്യാ അക്ഷരനഗരിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുകയാണ്. സിറ്റിംഗ് MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF-ന് വേണ്ടി രംഗത്ത് വീണ്ടും വോട്ട് തേടി ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ LDF-ന് വേണ്ടി അഡ്വക്കേറ്റ് K അനിൽകുമാറും NDA-ക്ക് വേണ്ടി P അനിൽകുമാറുമാണ് മത്സരിക്കുന്നത്. 2011 മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. അത് തുടർച്ചയായി 3 തവണ ഹാട്രിക് നേടിയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാം അംഗത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് കോട്ടയത്തെ എപ്പോഴും മുന്നോട്ട് എത്തിച്ചിരിക്കുന്നത്. വളരെ മുരടിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു. അദ്ദേഹം മന്ത്രിയായ ശേഷം അദ്ദേഹം മണ്ഡലത്തെ പ്രതികരിച്ചിരുന്നു വന്നതിന് ശേഷമാണ് അവിടെ വലിയൊരു വികസനം കോട്ടയം നേരിട്ട് കണ്ടു തുടങ്ങിയത്. അതായത് അവിടെ വളരെ ചെറിയ റോഡുകൾ, അങ്ങനെ പല നീങ്ങുന്ന റോഡുകളെല്ലാം വികസിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം, അതുപോലെ തന്നെ ജലം, കൂടുതൽ നഗരപ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും ജലത്തിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അതൊക്കെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇതൊക്കെ പരിഹരിച്ചത്. നഗരപ്രദേശത്ത് എപ്പോഴും കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം വന്നതിന് ശേഷമാണ്. കൂടാതെ തന്നെ റോഡിൻ്റെ വീതി കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം വീതി കുറവുള്ള ഒരു സ്ഥലമാണ്. നഗരത്തിലോട്ട് എത്തിയാലും വീതി കുറവാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിലും റോഡിൻ്റെ വികസനം അദ്ദേഹം വന്നതിന് ശേഷം വളരെയധികം വികസനമാണ് ഉണ്ടായത്. ബൈപ്പാസ് റോഡുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയൊരു വികസന പ്രവർത്തനം അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതിനൊരു തെറ്റായ ഒരു രീതിയിലൊരു പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉന്നയിക്കാൻ പറ്റിയ ആകാശപാതയെക്കുറിച്ചായിരുന്നു. ഈ ആകാശപാത വന്നതിന് ശേഷമാണ് അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ആകാശപാത 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ആകാശപാത വരുന്നത്. തുടർന്ന് അത് നിലച്ചു പോവുകയും ചെയ്തു. ഇതിന് ഹൈക്കോടതി വരെ ഈ ആകാശപാതയെക്കുറിച്ച് ചോദ്യങ്ങൾ വരെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആകാശപാത വലിയൊരു വിവാദമായി മണ്ഡലത്തിൽ കത്തുന്നുണ്ട്. പ്രതിപക്ഷ, അതായത് LDF പാർട്ടി ഉൾപ്പെടെ തുറന്ന ചർച്ചയ്ക്കായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തുറന്ന ഒരു ചർച്ച ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു കാലം എന്ന് കണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും വലിയൊരു വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് കോട്ടയം മണ്ഡലത്തിൽ വരുന്നത്. ഇതിനെതിരെ അദ്ദേഹം പറയുന്ന ഒരു മറുപടികൾ കൂടിയുണ്ട്. അതായത് LDF സർക്കാർ വന്നതിന് ശേഷം പ്രതിപക്ഷ MLA-മാർ പ്രതികരിക്കുന്ന മണ്ഡലങ്ങളിൽ വികസനങ്ങൾ എത്തിയിട്ടില്ല. അതായത് കിഫ്ബി പോലുള്ള ഇതിൽ നിന്നും കോടികൾ ഒഴുക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ MLA-മാർക്ക് ഈ ഫണ്ടുകൾ അനുവദിച്ച് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോകുന്നു. അതുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ഈ മണ്ഡലത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇവരോടൊപ്പം മത്സരത്തിൽ അതായത് BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് P അനിൽകുമാർ മത്സരിക്കുന്നത്. BDJS-ന് ശക്തമായ സാന്നിധ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് മറിയുമെന്നുള്ളതും ഉള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും
2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വളരെ 1% വോട്ട് ശതമാനത്തിലാണ് അന്ന് വി എൻ വാസവനെ തോൽപ്പിച്ച് അദ്ദേഹം MLA ആയി മണ്ഡലത്തിൽ എത്തുന്നത്. അതിനുശേഷം 11 ശേഷം 16 അദ്ദേഹം അതിൻ്റെ വോട്ട് വിഹിത ശതമാനം ഉയർത്തുകയാണ്, 57%. തുടർന്ന് 2016 നോക്കുമ്പോൾ അത് 53%. എന്തായാലും വലിയൊരു വോട്ട് വിഹിത ശതമാനത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സിറ്റിംഗ് MLA ആയി തിരുവഞ്ചൂർ തുടരുമെന്ന് ഒരു ഭാഗം പറയുമെങ്കിലും അതേസമയം പ്രതിപക്ഷം ഇദ്ദേഹത്തിൻ്റെ ഈ ആകാശപാത ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനം മുന്നോട്ട് എത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷവും LDFും എല്ലാം ഇദ്ദേഹത്തിനെതിരെ പ്രചരണം ചൂട് ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ആകാശപാതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഈ മണ്ഡലത്തിൽ വലിയ, അതായത് LDF സ്ഥാനാർത്ഥി തുറന്ന ചർച്ചയ്ക്കായിട്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നൽകിയ ബൈറ്റുകൾ അദ്ദേഹം പറഞ്ഞു, തുറന്ന ചർച്ചയ്ക്ക് വിളിക്കുകയാണ് താങ്കളെ, എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിയില്ല. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, LDF സർക്കാർ വന്ന ശേഷം ഇതിനുള്ള ഫണ്ടുകൾ അനുവദിച്ചു തന്നില്ല, അത് തുടർന്ന് ഇത് മുടങ്ങിപ്പോകുന്നു, അതിൻ്റെ പിന്നാലെ ഇത് തുരുമ്പിക്കുന്നു, ആകാശപാത തുരുമ്പിച്ച് അവിടെ കിടക്കുന്നു, അത് പാലക്കാട് IIT എന്നൊക്കെ പരിശോധനയ്ക്ക് വരുന്നു, അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണം എന്നൊക്കെ പല വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് UDF സർക്കാർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 7 മാസത്തിനുള്ളിൽ, അതായത് ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ആകാശപാത പൂർത്തീകരിക്കും. തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആകാശപാത. ഈ ആകാശപാതയുടെ മുകളിൽ നിന്ന് കോട്ടയം ജില്ലയിലെ ഓരോ വ്യക്തികൾക്കും കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തായാലും BDJSും ശക്തമായ സാന്നിധ്യമായിട്ടുണ്ട്. എന്നാലും ഈ ജാതി സമവാക്യങ്ങൾ കൂടിച്ചേരുമ്പോൾ ആർക്ക് വിജയം എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. വിദ്യ. യെസ്, കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയാണ് ഇന്ന് പോൾ പൾസിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. വിവേകാണ് വിശദാംശങ്ങൾ നൽകിയത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.